മിസ്റ്റർ ഗിരിധർ, ശരിക്കും എന്താ ഈ ജെആറിന്റെ ലക്ഷ്യം? സർ, ന്യൂസുകൾ കണ്ടു. പക്ഷേ അന്വേഷണത്തിന് ഉത്തരവില്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും തിരക്കിയില്ല. കാര്യങ്ങളാകെ ഇപ്പൊ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, കർഷകരുടെയും തൊഴിലാളികളുടെയും ക്ഷേമത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന സർക്കാരാണ് നമ്മുടേത്. അതിലൊരു മന്ത്രി എന്ന നിലയ്ക്ക് ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഘടക കക്ഷികളുടെ ചിലര് നിലവിലൊരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുക. സർക്കാരിന്റെ പിടിപ്പുകേടിനെ കുറിച്ച് പ്രതിപക്ഷത്തെക്കാൾ നന്നായിട്ട് ചില ഘടക കക്ഷികൾ സംസാരിക്കുന്നുണ്ട്. ഐ നോ സർ. ഈ ജെആറിന്റെ ഓഫീസിലെ വീഡിയോ കോൺഫറൻസ് താൻ കണ്ടിരുന്നില്ലേ? അത് സത്യത്തില് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. സർക്കാരിനെയും പോലീസിനെയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. എന്നിട്ട് ഒരു പത്രക്കാരൻ എന്ന നിലയില് എനിക്ക് ഒരുവിധ ഉദ്യോഗസ്ഥരായിട്ട് നല്ല സൗഹൃദം, അതും ഹൈ ലെവൽ പോസ്റ്റിലിരിക്കുന്നവരായിട്ട്. പോലീസിൽ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്കെതിരെ നിർണായകമായ ചില തെളിവുകള് അനന്തനും ഹരിയും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് അന്വേഷിച്ചോ? നോ, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷേ അനന്തനുണ്ടല്ലോ, അയാളത്ര നിസ്സാരക്കാരനല്ല. കുറുക്കന്റെ ബുദ്ധിയാ, കഴുകന്റെ നിരീക്ഷണവും. എന്റെ ഒരു കണക്കൂട്ടലില് ജെആറിന്റെ ഭൂതകാലം അവൻ തപ്പിപ്പിടിച്ചിട്ടുണ്ടാവും. അതിനുവേണ്ട നാഷണൽ ഇന്റർനാഷണൽ കണക്ഷൻസ് ഒക്കെ അവനും ഉണ്ട്. വേറെ ജെആർ, ഞാനൊരു കാര്യം പറയാം. ഹരിയും അനന്തനും ഇനിയും ഹാജരാക്കാത്ത തെളിവുകൾ അവരുടെ കയ്യിലുണ്ട്. അത് കണ്ടെത്തണം, നശിപ്പിക്കണം. കാര്യങ്ങളൊക്കെ വഷളായിരിക്കുക. അതിനിപ്പോ അവരെ കൊന്നുകളയണോ വേണ്ടയോ എന്നൊക്കെ ജെആറിന് തീരുമാനിക്കാം. പക്ഷെ ഇനിയൊരു തെളിവ് പോലും ഉദ്യോഗസ്ഥരുടെ മേശപ്പുറത്തെത്താൻ പാടില്ല. അനന്തന്റെ വീടോ ഓഫീസോ ഒന്നും എനിക്കറിയില്ല. അത് കണ്ടെത്തണം. പക്ഷേ എന്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഹരിയുടെ വീട്ടിലാവാനായിരിക്കും സാധ്യത. ദെൻ കൈനീട്ടിയാ തൊടാവുന്ന ദൂരത്തിലല്ലേ ഹരി? പിന്നെന്തിനു പഠിക്കണം? ഞാനെന്നാ നേരിട്ട് പോ. മറ്റാരും അതിന് വിളിച്ചാൽ ശരിയാവില്ല. മൈക്കിളെ, തന്റെ അന്വേഷണം കൃത്യമായിട്ട് നടന്നോട്ടെ. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി അത് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ജെആർ, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാ, ഇത്രയും പ്രമാദമായൊരു കേസില് വളരെ വൈകി മാത്രമായിരിക്കും ഒരു നടപടി ഉണ്ടാക്കുക. ഐ മീൻ അറസ്റ്റ് പോലും. പക്ഷേ അത്രയും ദൂരം നിങ്ങൾ കാത്തു നിന്നാല് പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. സോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം. ഓക്കെ. പാടത്ത് പണിയെടുക്കുന്ന ഒരുത്തനെ ജെആറിനെ പോലുള്ളൊരു കമ്പനി പേടിക്കുന്നുണ്ടെന്ന് പറയുന്നത് വളരെ നാണക്കേടാ. സോ ഫിനിഷ്ഡ്. സാറേ മൈക്കിളെ, ഞാൻ നടന്ന വഴികൾ എത്ര, അതിന്റെ ദൂരം എത്രയാന്നൊക്കെ എനിക്കേ അറിയൂ. അത് ചെകയാൻ ഒരുത്തം മെനക്കെടുകയാണെങ്കിൽ അവനെ കൈകാര്യം ചെയ്യണം. ഹരിയുടെ വീട്ടിലെ അന്വേഷണം കഴിഞ്ഞിട്ട് നീ എന്തിനാടി ഇവിടെ വന്ന്? നിന്നോട് ഞാൻ ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളല്ലേ? ജീവൻ എന്താ ഇവിടെ തെരഞ്ഞോണ്ടിരിക്കുന്നത്? ഹരിയും അമ്മാവന് സ്ഥലത്തില്ല. എന്തെടുക്കാൻ ഇതിനകത്ത് കയറിയതെന്ന് ചോദിച്ചതല്ലേ? സത്യം പറയാം, എനിക്കെതിരെ അവൻ ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അതാ ഞാൻ തേടി നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തതാ മോളെ. അതാ എനിക്ക് വേണ്ടേ. ജീവൻ, വീടിന്റെ പുറത്തിറങ്ങ്. എടി, ഈ വീട്ടിൽ കയറാൻ അവകാശമില്ലാത്ത നീ ഇവിടെ നിന്ന് എന്നെ പുറത്താക്കാൻ ശ്രമിക്കുകയാണോ? അവകാശത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ആരും സംസാരിക്കണ്ട. ഇവിടുന്ന് പുറത്തിറങ്ങാനാ പറഞ്ഞത്.
മോളെ, ഞാൻ തേടി വന്നത് കിട്ടാതെ ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങുന്ന പ്രശ്നമില്ല. എന്താ മോളെ? അമ്മേ, ഹരി അമ്മാവന് സ്ഥലത്തില്ല. ഞാൻ കയറി വരുമ്പോ ഇയാള് ഹരിയുടെ മുറി ചെക്ക് ചെയ്യാം. ഹരി കണ്ടെത്തി വെച്ചിരിക്കുന്ന തെളിവുകൾ എടുക്കാൻ. എന്താണ് നിന്റെ ഉദ്ദേശം? എല്ലാം കൈവിട്ടു പോകുന്നായപ്പോ എല്ലാവരെയും അങ്ങ് ദ്രോഹിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണോ? അമ്മേ, സത്യത്തിൽ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതല്ലേ അമ്മേ. ഞാൻ എന്റെ വഴിക്ക് ജീവിച്ചോട്ടെ എന്ന് ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യം വരൂ? ഇല്ല. ജെആറിനെ കുറിച്ച് നാട് മുഴുവൻ അന്വേഷിക്കുന്നു. ജെആറിനെ കുറിച്ചുള്ള കഥകൾ അറിയാൻ മീഡിയക്കാര് വട്ടം കൂടിയിരിക്കുന്നു. എവിടെ നോക്കിയാലും ചർച്ചാ വിഷയം ജയ. അതിന് വഴിമരുന്ന് ഇട്ടുകൊടുത്തവന്റെ വീട്ടില് ഞാൻ കയറിയാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ? നീ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്. തൽക്കാലം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. രാമകൃഷ്ണേട്ടനോ ഹരിയോ ഇല്ലാത്തപ്പോ വീടിന്റെ ഉത്തരവാദിത്വം അവരെന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓഹോ, പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോവാൻ. മോളെ, ഒരുപാട് ശൗര്യം നീ എന്റെ അടുത്ത് കാണിക്കരുത് കേട്ടോ. ഹരിയോടൊപ്പം ജീവിക്കേണ്ടെന്ന് ഞാനിപ്പോ നിന്നെ വിലക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ കൊല്ലാനായിട്ട് നീ എന്നെ നിർബന്ധിക്കരുത്.